ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വാട്ടർ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്ട്രോ ഒക്കെ വൃത്തിയാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ടൈപ്പ് ഗ്ലാസ്സൊക്കെ, സ്ട്രോയോട് കൂടി അടങ്ങിയിട്ടുള്ള ഈ ടൈപ്പ് ഗ്ലാസ്സൊക്കെ. ഇതിൽ ജ്യൂസൊക്കെ കുടിക്കുമ്പം അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ കുടുങ്ങിയിട്ട് ഇതേപോലെ അഴുക്ക് പിടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി ഇതേപോലെ നേർമേലൊന്ന് വെട്ടിയെടുക്കണം. അതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രോൻ്റെ അകത്തേക്കായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടേക്ക് തള്ളി കൊടുക്കുക. എളുപ്പത്തിൽ തന്നെ പോയിക്കോളൂ കേട്ടോ. അതാ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒത്തിരി അഴുക്കില്ലാത്തത് കാരണം ഞാൻ സോപ്പ് വെള്ളമോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒത്തിരി അഴുക്കുള്ളതൊക്കെ ആണെങ്കിൽ സോപ്പ് പൊടിയോ സോപ്പ് പൊടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി വെള്ളം കുടിക്കുന്നതാകുമ്പം വെള്ളത്തിന് തന്നെ ഒരു കുറേ ദിവസം കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ ശ്രദ്ധിച്ചറിയാം ഒരു കൊഴുപ്പൊക്കെ വരും. അപ്പോൾ ഈ ഒരു കൊഴുപ്പൊക്കെ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ബ്രഷ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിത് ഇങ്ങനെയാണ് വൃത്തിയാക്കാറ്. ഇതേപോലെ ഒരു തുണിയും ഒരു ഇറക്കിലൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെ വൃത്തിയാക്കാറ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി അഴുക്കൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗ്ലാസ് എപ്പോഴും ജ്യൂസൊക്കെ കുടിക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് നല്ല അഴുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഒരു തുള്ളി വിം ലിക്വിഡില്ലേ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു തുണി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇറക്കിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുമ്പോഴേക്ക് തന്നെ ഈ ഒരു അതിൻ്റെ അകത്ത് പിടിച്ചെടുക്കുന്ന കറുപ്പ് അഴുക്കൊക്കെ അങ്ങ് പോയിക്കോളൂ. എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം നല്ല കറുപ്പ് കളറിൽ ഒരു അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അത് ജ്യൂസിൻ്റെ ഒക്കെ അംശമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിക്കൊന്ന് വൃത്തിയാക്കി വെക്കുക കേട്ടോ. വീട്ടിൽ വാട്ടർ ബോട്ടിൽ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. അപ്പം അടുത്തതായിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിൽ നമ്മൾ ഹെയറിൻ്റെ ഒക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ റോസ്മേരി വാട്ടറൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിൽസിൻ്റെ ഒക്കെ നല്ല കറയുണ്ടാവും. അതും ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിട്ട് പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മുടെ കത്രികയ്ക്കൊക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുഭരണീൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിക്ക് തന്നെ മൂർച്ച കൂടും. എത്ര തന്നെ മൂർച്ച കുറഞ്ഞ് കുറേ കാലം പഴക്കമുള്ള കത്രികയാണെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലോണം മൂർച്ച കൂടും കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം കട്ടിയുള്ളൊരു ബുക്ക് മുറിച്ച് കാണിച്ചു തരാം. ഇതാ വെട്ടാൻ പറ്റുന്നുണ്ട്. പുതിയ കത്രികയല്ല കേട്ടോ, ഇത് ഒത്തിരി പഴക്കമുള്ള കത്രികയാണ്. അപ്പോൾ ഇതാ നല്ലോണം മൂർച്ച കൂടിയിട്ടുണ്ട്. ഇങ്ങനെ മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മുടെ തീപ്പെട്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് നാളത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കത്തത്തില്ല. അപ്പം തീപ്പെട്ടി വാങ്ങി വീട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിലേക്ക് കുറച്ച് അരിമണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തീപ്പെട്ടി നളുത്ത് പോകത്തില്ല കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ തീപ്പെട്ടിൻ്റെ ഈ ഒരു മരുന്നിൻ്റെ ഭാഗമല്ലേ, അവിടെ ഒന്ന് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കത്തത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കത്താത്ത അവസ്ഥയൊക്കെ വരുമ്പം കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. നല്ലോണം കത്തും കേട്ടോ. വാസ്ലിൻ രണ്ട് ഭാഗത്ത് കുറേ എടുക്കരുത്, ഒരു നുള്ളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ കത്തിക്കൊക്കെ മൂർച്ചോ രാവിലെയൊക്കെ നമ്മൾ എളുപ്പത്തിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പം ഒരു മൂർച്ചയൊക്കെ കുറവുണ്ടെങ്കിൽ ഇതേപോലെ ചെരാതോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സെറാമിക് ഭരണീൻ്റെ ബാക്ക് ഭാഗം ആയാലും മതി, ഇതേപോലെ മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ വെളുത്തുള്ളിയൊക്കെ എളുപ്പത്തിൽ തന്നെ തൊലി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ തിരക്കിട്ടൊക്കെ പോകുമ്പം ഈ ഒരു കുഞ്ഞ് അല്ലിയുള്ള വെളുത്തുള്ളിയൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ ഇതേപോലെ അല്ലിയായിട്ട് ഇറന്നിട്ട ശേഷം നമ്മൾ ഫ്രീസറിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട കേട്ടോ. 10 മിനിറ്റ് കൂടുതൽ വെച്ചാൽ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റും മാറും. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ പൊട്ടിപ്പിളർന്ന് ആകെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ട് 10 മിനിറ്റ് മാത്രം വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താക്കുമ്പോഴേക്ക് തന്നെ അതിൻ്റെ തൊലിയൊക്കെ അടർന്ന് വരും. എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു ടിപ്പിലൂടെ. അതും അല്ലാണ്ട് നമുക്കിതിൽ ചിലതൊക്കെ ഇങ്ങനെ പോയിട്ടില്ല എങ്കിലും ഇതേപോലെ ഒന്ന് ചിലപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടും നമുക്ക് എളുപ്പത്തിൽ തന്നെ വെളുത്തുള്ളിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ബാക്കി വന്നിട്ടുള്ളത് ഒരു തുണിയിലേക്ക് വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് തിരുമാതെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റീലിൻ്റെ മോഡൽ അരിപ്പ ഉണ്ടാവില്ല, ഈ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു വെളുത്തുള്ളിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അരിപ്പ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായാലും അല്ലെങ്കിൽ പാനിൽ വെച്ച് ചൂടാക്കിയതായാലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം എളുപ്പത്തിൽ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക്